പ്രകൃതിയുടെയും മനുഷ്യന്റെയും നിലനിൽപ്പിനായി പോരാടിയ വിശ്വപ്രസിദ്ധ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിലിന്റെ സ്മരണാർത്ഥം മങ്കരയിലെ പരിസ്ഥിതി പ്രവർത്തകർ ഓർമ്മമരം നട്ടു. പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ ശബ്ദമായിരുന്ന ഗാഡ്ഗിലിന്റെ വിയോഗത്തിൽ ആദരവർപ്പിച്ചാണ് മങ്കര കല്ലൂരിൽ വൃക്ഷത്തൈ നട്ടത്. വനമിത്ര അവാർഡ് ജേതാവും അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകനുമായ കല്ലൂർ ബാലന്റെ മക്കളും അദ്ദേഹത്തിന്റെ അനുയായികളും ചേർന്നാണ് കല്ലൂരിൽ ഈ സ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. പരിസ്ഥിതി സംരക്ഷണത്തിനായി ജീവിതം മാറ്റിവെച്ച രണ്ട് മഹത് വ്യക്തിത്വങ്ങളുടെയും ഓർമ്മകൾ പുതുക്കുന്നതായിരുന്നു ഈ ചടങ്ങ്. ഓർമ്മമരം നടുന്നതിന് കല്ലൂർ ബാലന്റെ മക്കളായ രതീഷ് ബാലൻ, രാജേഷ് ബാലൻ, പരിസ്ഥിതി പ്രവർത്തകർ കെ റഹ്മാൻ, പി കെ ഉണ്ണികൃഷ്ണൻ, പരിസ്ഥിതി പ്രവർത്തകൻ കെ റഹ്മാൻ, പി കെ ഉണ്ണികൃഷ്ണൻ, പി എം അപ്പുക്കുട്ടൻ, എൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പശ്ചിമഘട്ട റിപ്പോർട്ട് വന്ന ഉടൻ വൻ പ്രതിഷേധമാണ് ഉണ്ടായത്. ഇതിനെതിരെ കേരളത്തിൽ വലിയ വിവാദങ്ങളുണ്ടായി. പിന്നീട് 2018 കേരളത്തിൽ വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായി. അതുപോലെ തന്നെ 2024 വയനാട്ടിൽ ഉരുൾപൊട്ടലും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായി. അപ്പോഴാണ് ആളുകൾക്ക് ഈ വിജയ് ഗാഡ്ഗിൽ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായത്. പുഴയിൽ മീൻ പിടിക്കാൻ പറ്റില്ല, അതുപോലെ മലയോര പ്രദേശങ്ങളിൽ വൈദ്യുതി ഉണ്ടായില്ല എന്ന വ്യാജ പ്രചാരണമാണ് അന്ന് ഉണ്ടായത്. ഏതായാലും ഈ ഭൂമിയിൽ മനുഷ്യർ ഉള്ളിടത്ത കാലം മാധവ് ഗാഡ്ഗിലിന്റെ പേര് നിലനിൽക്കും.